എടി മാവേ, നിനക്കാരടി മാവെന്ന് പേരിട്ടത്? അയ്യേ കൊള്ളൂല. നിനക്ക് ഞാൻ വേറെ പേരിടാം. കല്യാണിന്ന് പേരിടട്ടെ? കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് എന്ത് സംസാരിക്കുന്നത് കണ്ടില്ലേ? എന്റെ ചേച്ചി, അത് ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുമെന്നേ. ഇത് അതേപോലെ അല്ലടി. എപ്പൊ നോക്കിയാലും ചെടിയോടും മരത്തിനോടും പുല്ലിനോടും പുൽച്ചാടിയോടും, എന്തിനാ അവള് കല്ലിനോട് വരെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി വല്ല ബാധം കയറിയതായിരിക്കും എന്തോ. എന്റെ പൊന്നു ചേച്ചി, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ത്രേസ്യ ചേച്ചിയുടെ കൊച്ചുമോളില്ലേ, മിന്നൂസോ പൊന്നൂസോ, ആ കൊച്ചു ഇതേപോലെ സംസാരിക്കുമെന്നേ. അല്ലാതെ ഇത് ബാധ കയറിയതൊന്നും അല്ല. എടി കല്യാണി, ഇപ്രാവശ്യം ഇതുമൊക്കെ ഒരുപാട് മാങ്ങ തരണം കേട്ടോ. അണ്ണാങ്കുഞ്ഞിനൊന്നും കൊടുക്കല്ലേ. കൊടുത്താൽ നിന്നെ ഞാൻ ഇടിച്ച് ശരിയാക്കും. കണ്ടോ വയലന്റ് ആവുന്നത് കണ്ടോ? അവൻ നീ ആരോടാ സംസാരിക്കുന്നേ? ആരോടും ഇല്ല മമ്മി. എന്താ ഇങ്ങ് വന്നേ? എടി കല്യാണി, പറഞ്ഞത് മറക്കണ്ട കേട്ടോ. മാങ്ങ തന്നില്ലെങ്കിൽ ഇടിച്ച് ശരിയാക്കും ഞാൻ. എടി കല്യാണി, നീ ഇപ്രാവശ്യം കുറവ് മാങ്ങയാണല്ലോ ഇടി തന്നെ. പകുതി മാങ്ങ നീ വവ്വാലിന് കൊടുത്തല്ലേ ഇടി കള്ളി. കണ്ടോ ഇവൾ ഇത്രയും വളർന്നിട്ട് പോലും ഇവളുടെ ഒറ്റയ്ക്കുള്ള സംസാരം നിന്നിട്ടില്ല. അപ്പൊ ഇതെന്തോ ബാധ കയറിയത് തന്നെ ചേച്ചി. ഇടിച്ച് ശരിയാക്കുന്നതിന് ഞാൻ.